അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 3ാം ക്ലാസ്സിലെ തദ്രീബ് തിലാവ ഖുർആന് ഹിഫ്ള് പരീക്ഷയ്ക്ക് നമ്മൾ മോഡലായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ വർഷം നടത്തിയ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് വേറെ സിലബസ് ആയിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മോഡലായിട്ട് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വർഷം പാദവാർഷിക പരീക്ഷയ്ക്ക് നടത്തിയ മോഡൽ ചോദ്യപേപ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അതേ മോഡലായിരിക്കും ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്കും പരീക്ഷ ഉണ്ടാവുക. ആ മോഡൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ചോദ്യത്തിലും ചില മാറ്റങ്ങളെ നമുക്ക് ചോദ്യത്തില് ചില സൂറത്തുകൾ മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത്തത് ഖുർആന് തദ്രീബ് തിലാവ പരീക്ഷയാണ് ആദ്യം ഉണ്ടാവുക. ഖുർആന് തദ്രീബ് തിലാവ പരീക്ഷയില് ഇവിടെ കൊടുത്തിരിക്കുന്ന സൂറത്തുൽ ജിന്നിലെ 1ഉം 2ഉം ആയത്തുകള് ഓതി കൊടുക്കുക. അതില് അക്ഷരശുദ്ധിയോടുകൂടി ഇടർച്ചയില്ലാതെ പാരായണം ചെയ്താൽ അതിന് 18 മാർക്ക് ഉണ്ടാവുക. പിന്നെ പാരായണത്തില് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആയത്തിൽ വരുന്ന അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ ഉച്ചരിച്ചാല് ഓരോ അക്ഷരത്തിനും ഉച്ചരിക്കുന്നതിന് 3 മാർക്കാണ് കൊടുക്കുക. ഇവിടെ ഈ വർഷം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സൂറത്തുകള് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹദീദ്, സൂറത്തുർ റഹ്മാൻ. പിന്നീട് 2, 3 ടൈപ്പ് 4 ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾ എഴുതേണ്ടതാണ്. അക്ഷരങ്ങൾ എഴുതാം. സൂറത്തുൽ ഹുറൂഫുൽ ജൗഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മധ്യ അക്ഷരങ്ങൾ. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സൂറത്ത് തദ്രീബ് തിലാവ 34 പേജ് ആണ് നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അതില് ഇവിടെ അക്ഷരങ്ങൾ എഴുതാന് നമ്മൾ പഠിക്കേണ്ടത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഇൽഹാറിന്റെ അക്ഷരങ്ങള് 7ാം പാഠത്തില്, 6ാം പാഠത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഉന്നത്തിന്റെ അക്ഷരങ്ങള്, അതുപോലെ തന്നെ 5ാം പാഠത്തില് ഹൽക്കിന്റെ അക്ഷരങ്ങൾ പഠിച്ചു. 4ാം പാഠത്തില് ലിസാന്റെ അക്ഷരങ്ങൾ, അത് കഴിഞ്ഞ പാദവാർഷിക പരീക്ഷ എന്നതാണ് കൂടുതൽ സാധ്യത. നമുക്ക് 5ാം പാഠത്തിലുള്ള ഹൽക്കിന്റെ അക്ഷരങ്ങള്, 6ാം പാഠത്തിലുള്ള ഉന്നത്തിന്റെ അക്ഷരങ്ങള്, പിന്നെ ഇഖ്ലാബിന്റെ അക്ഷരങ്ങള്, അതുപോലെ തന്നെ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. ഇൽഹാറിന്റെ അക്ഷരങ്ങളും അതുപോലെ തന്നെ ഹൽക്കിന്റെ അക്ഷരങ്ങളും ഒന്ന് തന്നെയാണ്. ഇതിലേതെങ്കിലും ഈ 3 ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം തന്നിട്ട് ആ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് അക്ഷരങ്ങൾ വേർതിരിച്ച് ചെയ്താണ്ടോ. ഒരുപക്ഷെ ഉദാഹരണ അക്ഷരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഉന്നത്തിന്റെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഇഖ്ലാബിന്റെ അക്ഷരങ്ങൾ. ആ ഉദാഹരണത്തിൽ നിന്ന് വേർതിരിച്ച് എഴുതാൻ ചോദിക്കും. പിന്നീട് കുറച്ച് പദങ്ങള് നമ്മള് തദ്രീബ് തിലാവയുടെ ബുക്കില് ഓരോ പാഠത്തിലും കുറച്ച് പദങ്ങള് കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങൾ ഏതെങ്കിലും 2, 3 പദങ്ങൾ നോക്കി എഴുതാൻ പരീക്ഷയ്ക്കുണ്ടായിരിക്കും. ഈ രീതിയിലാണ് ഖുർആന് തദ്രീബ് തിലാവ പരീക്ഷ ഉണ്ടാവുക. പിന്നീട് ഹിഫ്ളിന്റെ പരീക്ഷ. ഹിഫ്ള് എന്നുള്ളത് തഹ്ഫീദുൽ ഖുർആൻ എന്നുള്ളതാണ് പരീക്ഷയുടെ പേര്. ഇതില് 2 സൂറത്തുകൾ ഓതിപ്പിക്കുന്നു. ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള സൂറത്ത് ഫാത്തിഹ സൂറത്ത്, സൂറത്തുൽ ഖദർ മുതൽ നാസ് വരെ. അതിലേതെങ്കിലും 2 സൂറത്തുകൾ കുട്ടികളോട് ചോദിക്കും. പിന്നീട് ഹിഫ്ളിന്റെ കൂടെ തദ്രീബ് തിലാവയില് പഠിച്ച ദുആകള് പഠിച്ചിരിക്കണം. ഈ വർഷം ഈ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 7ാമത്തെ പാഠത്തിലെ റബ്ബന ആതിന മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദ. അതുപോലെ തന്നെ 6ാമത്തെ പാഠത്തിലെ ദുആ റബ്ബി ഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീമീൻ. അതുപോലെ 5ാം പാഠത്തിലെ ദുആ റബ്ബന അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ.
പിന്നീട് 4-ാം പാഠത്തിലെ ദുആ തവഫനി മുസ്ലിമൻ വാൽഹിഖ്നി ബിസ്സാലിഹീൻ. പിന്നെ 3-ാം പാഠത്തിലെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഇവയിൽ ഏതെങ്കിലും ഒരു ദുആ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തദ്രീബ് തിലാവയുടെ കൊടുത്തിരിക്കുന്ന ഓരോന്നിന്റെയും അക്ഷരങ്ങൾ, അതുപോലെ ദുആകൾ പഠിക്കുക. അതുപോലെ തന്നെ മനപ്പാഠമാക്കേണ്ട സൂറത്തുകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഫാത്തിഹ സൂറത്ത്, സൂറത്തുൽ ഖദ്ർ മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ പഠിക്കുക. അതുപോലെ തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ ഓതി പഠിക്കുക. അള്ളാഹു നാളെ നടക്കുന്ന പരീക്ഷയിൽ മുഴുവൻ മാർക്കും നൽകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.